ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലോക്കപ്പിൽ കിടക്കുന്ന വിഷ്ണുവിനെ ചന്ദ്രബോസ് വന്നതിന് ശേഷം നന്നായി ചൊടിപ്പിക്കുന്ന വർത്തമാനം പറയുമ്പോൾ ദേഷ്യത്തോടെ തന്നെ വിഷ്ണുവും അതേ രീതിയിൽ ചന്ദ്രബോസിനോട് മറുപടി പറയുന്നു. ലോക്കപ്പിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷമാണ് വിഷ്ണുവിന്റെ സംസാരം. ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ മരിക്കുന്നതാണ് നല്ലത്. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്തു തീർക്കേണ്ടതെല്ലാം ചെയ്ത് തീർത്തിട്ട് മാത്രമേ മരിക്കൂ. നല്ല വെടിപ്പായി തീർത്തിട്ടേ പോകൂ എന്ന് വിഷ്ണു പറയുന്നു. കോടതിയിൽ കൊണ്ടുപോകാൻ സമയമായി സാറേ എന്ന് കോൺസ്റ്റബിൾ പറയുന്നു. ഓ ആയിക്കോട്ടെ, ഈ ഉരുപ്പൊടിയെ കാണാൻ VIP ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ടാകും. ഒരാളെയും നിരാശപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. പഴയ ശൗര്യം മുഴുവനും ആവാഹിച്ചെടുത്ത് നിൽക്കുകയാണ്. വിലങ്ങ് വെച്ചോളൂ. ബുദ്ധിമോശം കണ്ട് ഓടിപ്പോകാൻ ശ്രമിച്ചാൽ സർവീസ് റിവോൾവർ വെച്ച് വെടിവെച്ചിടാൻ എനിക്ക് തോന്നിയാലോ എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നു. ചിലപ്പോൾ ഉണ്ട ചങ്കിൽ തറച്ചാൽ ഏത് കൊടിവെച്ച ഗുണ്ടയും ചാകുമെന്നാണ് വിഷ്ണു പറയുന്നു. അതിന് ഉണ്ട ഈ ചങ്കിൽ തന്നെ തറയ്ക്കണ്ടേ സാറേ, എങ്കിലല്ലേ ചാകൂ. ഡാ എന്ന് പറഞ്ഞ് വീണ്ടും ചന്ദ്രബോസ് വിഷ്ണുവിന്റെ ഷർട്ടിന് പിടിക്കുന്നു. സാറേ കോടതി എന്ന് കോൺസ്റ്റബിൾ. ഓ കൊണ്ടുപോടോ ഇവനെ പുറത്തേക്ക് എന്ന് ചന്ദ്രബോസ്. അത്രയും പറഞ്ഞ് ചന്ദ്രബോസ് അവിടെ നിന്ന് പോകുന്നു. കോൺസ്റ്റബിൾ വിഷ്ണുവിന്റെ കയ്യിൽ വിലങ്ങ് വെച്ചു. അങ്ങനെ വിഷ്ണുവിനെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേസമയം ശാലിയും കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനു മുൻപ് കിട്ടാവുന്ന തെളിവുകളൊക്കെ ശേഖരിക്കുകയാണ് ശാലിനി. ആ ബ്രേസ്ലെറ്റ് വാങ്ങിയ കടയുടെ ഓണറെ കണ്ട് സംസാരിക്കുകയാണ് ശാലിനി. അനുപല്ലവി എന്ന ഒരു പെൺകുട്ടി വിളിച്ച് സംസാരിച്ചിരുന്നു. എന്നെ കൊണ്ട് എന്ത് സഹായമാണ് മേഡത്തിന് വേണ്ടത് എന്ന് അയാൾ ചോദിക്കുന്നു. ഇത് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയതാണോ എന്ന് മോഡൽ പറയാൻ പറ്റില്ല എന്ന് ശാലിനി ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അദ്ദേഹം അത് നോക്കുകയാണ്. അതേ എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. 3 ദിവസം മുമ്പ് കല്യാണ ആവശ്യത്തിന് വേണ്ടി സത്യാമ്മ വന്ന് വാങ്ങിക്കൊണ്ട് പോയതാണെന്ന് പറയുന്നു. ഉറപ്പാണല്ലോ അല്ലേ എന്ന് ശാലിനി ചോദിക്കുന്നു. ഉറപ്പാണ് സർ. ഇതേ മോഡൽ ഒരെണ്ണേ ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിത് കൃത്യമായി പറയാൻ സാധിക്കുന്നത് എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നു, ഈ വിവരം കോടതിയിൽ വന്ന് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമോ എന്ന്. ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അതും ഞങ്ങളുടെ കടയിലെ ബ്രേസ്ലെറ്റിനെ കുറിച്ച് പറയാനല്ലേ ഞാൻ വരാം മേഡം എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇതേസമയം കോടതിയിൽ സത്യഭാമയും രോഹിതും നിൽക്കുന്നു. പ്രാർത്ഥിക്കാനുള്ളതെല്ലാം പ്രാർത്ഥിച്ചു. വഴിപാട് കഴിപ്പിക്കാനുള്ള സ്ഥലത്തെല്ലാം വഴിപാടും കഴിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഒരാപത്തും കൂടാതെ പുറത്ത് കൊണ്ടുവരണേ എൻ്റെ ഈശ്വരന്മാരെ എന്ന് ഭാവ പ്രാർത്ഥിക്കുന്നു. ഇതേസമയം മനുശ്രീയും ആ ഭാഗത്തേക്ക് വരുന്നു. തള്ള മകനോടുള്ള സ്നേഹം കാണിക്കാൻ കെട്ടിയൊരുങ്ങി വന്ന് നിപ്പുണ്ടല്ലോ. മകന്റെ തൂക്കുമരം കയ്യെത്ത ദൂരത്ത് നിൽക്കുമ്പോഴാണ് ചമയത്തിനൊരു കുറവുമില്ല എന്നൊക്കെ മധുശ്രീ വിചാരിക്കുന്നു. വിഷ്ണുവിനെ ഇപ്പോൾ കണ്ടക ശരിയാണ്, അത് അവനെയും കൊണ്ടേ പോകൂ. ശിവഭഗവാനെ വിളിക്ക്, മകനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയെന്ന് മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു. മധുശ്രീ ചന്ദ്രബോസിനെ വിളിച്ചു. എവിടെയാ ചിറ്റപ്പ, അവനെങ്ങും വേഗം കൊണ്ടുപോവാ. അവന്റെ വീതിവാചകവും പോക്കറ്റിലിട്ട് ജഡ്ജിനെ തെക്ക് വിടക്ക് നടക്കുകയാണെന്ന് പറയുന്നു. ഓൺ ദ വേ എന്ന് ചന്ദ്രബോസും പറയുന്നു. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തതുകൊണ്ട് അതിന്റെ വിധി എന്താണെന്ന് നമുക്കറിയാലോ. അവന്റെ കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യും എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ മധുശ്രീ പറയുന്നുണ്ട്, ഇവിടെ ഒരു ലോഡ് പൂങ്കണ്ണീരുമായിട്ട് അമ്മ മഹാറാണി കോടതി മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്, മകനെ ഒന്ന് മുഖം കാണിക്കാനായിട്ട്. ഇത് കേട്ട് ചന്ദ്രബോസ് പറയുന്നു, ഇതുവരെയുള്ള സത്യഭാമയുടെ പെർഫോമൻസും മകന്റെ ആറ്റിറ്റ്യൂഡും കാണുമ്പോൾ അവർക്ക് മുഖം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കാര്യം പറഞ്ഞറിയിക്കാനുള്ളതല്ലോ, കണ്ടു തന്നെ അറിയണ്ടേ. എന്നാ പിന്നെ ഓക്കെ, കോടതി മുറ്റത്തേക്ക് ഞാൻ ഇപ്പോൾ എത്തും. അവിടെ നടക്കാൻ പോകുന്ന ആട്ടത്തിനുള്ള വിളക്ക് കൊളുത്തിക്കോളൂ എന്ന് ചന്ദ്രബോസ്. ഇവിടെ ആട്ടമല്ല നടക്കാൻ പോകുന്നത്, കീചകവധകമാണ് എന്നൊക്കെ ഇങ്ങനെ മധുശ്രീ പറയുകയും ഫോൺ വയ്ക്കുകയും ചെയ്യുന്നു. മധുശ്രീ വിചാരിക്കുന്നു, കണവനെ രക്ഷിക്കാനുള്ള കച്ചിത്തുരുമ്പൊന്നും കിട്ടാത്തോണ്ട് കരഞ്ഞ് പ്രാണൻ കളയാനുള്ള ഒരുക്കത്തിലായിരിക്കുമോ. ശാലിനിയെക്കുറിച്ചാണ് അത് പറയുന്നത്. അല്ല, വിഷ്ണുവിനെ കൊണ്ട് അവർ വന്നില്ലല്ലോ എന്നൊക്കെ ഭാമ പറയുമ്പോൾ ഇപ്പോൾ കൊണ്ടുവരികയായിരിക്കും സത്യാമ്മയെന്ന് രോഹിത്. വിഷ്ണുവിനെ കൊണ്ട് പോലീസ് അവിടെ എത്തിയപ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്നു അതാ സത്യഭാമ. സത്യഭാമയെ വളരെ ദേഷ്യത്തോടെ വിഷ്ണു നോക്കുന്നു. അങ്ങോട്ട് നടക്കടാ എന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറയുന്നു. അങ്ങനെ വിഷ്ണു അകത്തേക്ക് പോകുന്നുണ്ട്. മോനെ എന്ന് സത്യഭാമ വിഷ്ണുവിനെ വിളിക്കുമ്പോൾ വിഷ്ണു മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുന്നുണ്ട്. എടാ അമ്മയോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോടാ എന്നൊക്കെ ഭാമ. രോഹിത്തെ, ശാലിനി വന്നില്ലേ എന്ന് വിഷ്ണു രോഹിത്തിനോട് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നു, ബ്രോ ടെൻഷൻ ആകണ്ട, ശാലിനി വരും, ഉറപ്പാണ്. എന്തോടാ ഇത് കൊച്ചു വർത്തമാനം പറഞ്ഞു നിൽക്കാൻ? ഇത് നിന്റെ അയൽവക്കത്തെ പെട്ടിക്കടയൊന്നും അല്ല, കോടതിയിലേക്കാണ്, ഇവിടെ കുറച്ച് മര്യാദയൊക്കെ ഉണ്ട് എന്നൊക്കെ ചന്ദ്രബോസ് പറയുമ്പോൾ വിഷ്ണു പറയുന്നു, അതാണ് എനിക്കും പറയാനുള്ളത്, മര്യാദ അത് വേണം. പോലീസിന് അതിലേൽ ജനം പഠിപ്പിക്കും, മുട്ടയെ നിർത്തി പഠിപ്പിക്കുമെന്നൊക്കെ വിഷ്ണു. ഉവ്വ, ആരാ പഠിക്കാൻ പോകുന്നതെന്ന് പ്രതിക്കൂട്ടി നിറങ്ങിയിട്ട് പറയാമെന്ന് ചന്ദ്രബോസും. കോടതിയിൽ നിന്നെ ഹാജരാക്കുന്നത് വരെയുള്ളൂ, അത് കഴിഞ്ഞാൽ നിന്റെ എല്ലാം തീരും.
പിന്നെ ഉത്സവമായിരിക്കും ഉത്സവം എന്ന് കെ ചന്ദ്രബോസ് പറയുന്നു. വിഷ്ണുവും അതിനുള്ള മറുപടി നന്നായിട്ട് തന്നെ കൊടുത്തു. നാവടക്കടാ, നിനക്കുള്ള ഉണ്ട അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പിടിച്ചു കൊണ്ടുപോടോ ഇവനെ എന്ന് കെ ചന്ദ്രബോസ്. അങ്ങനെ വിഷ്ണുവിനെ പോലീസ് അകത്തേക്ക് കൊണ്ടുപോകുന്നു. മോനെ രോഹിത്തെ, അവന് ജാമ്യം കിട്ടുമോ എൻ്റെ ഭാമ പറയുമ്പോൾ രോഹിത് പറയുന്നു, എനിക്ക് ശാലിനി വിശ്വാസമുണ്ട്. ബ്രോയെ രക്ഷിക്കാൻ വേണ്ടി ശാലിനി എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ലെന്ന് പറയുന്നു. നീ ആരാ, ജോത്സ്യനാണോ മുൻകൂട്ടി പ്രവചിക്കാൻ? ഇങ്ങനൊരു കേസിൽ അവൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നെ അധികാരമുള്ള ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ ഒരു ആത്മഘട്ടം വരുമ്പോഴാണ് തെളിയിക്കേണ്ടത്. അവൾക്ക് സ്റ്റേഷനിൽ നിന്ന് വിഷ്ണുവിനെ ജാമ്യത്തിലിറക്കാൻ സാധിച്ചില്ലല്ലോ. എന്നാൽ പോലീസും പട്ടാളവും അവളുടെ കളക്ടർ പദവിക്ക് താഴെയാണെന്നാ പറച്ചില്. എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെയും അവൾ മൂലം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് സത്യഭാമ. എന്ത് വില കൊടുത്തും ശാലിനി വിഷ്ണു ബ്രോയെ രക്ഷിച്ചിരിക്കും, അത് എനിക്ക് ഉറപ്പാണ് എന്ന് രോഹിത് പറയുന്നു. ശാലിനിയും അവിടെ എത്തിക്കഴിഞ്ഞു, മനുശ്രീയും. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കോടതിക്ക് അകത്ത് കയറിയിരിക്കുകയാണ്. വിഷ്ണുവിന്റെ എതിർഭാഗത്തുള്ള വക്കീൽ ഇപ്പോൾ പറയുകയാണ് വിഷ്ണുവിനെതിരായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ. സ്നേഹം നടിച്ച് വിളിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയെ പ്രലോഭിച്ച് വിവാഹ ദിനം വരെ എത്തിച്ച് നിഷ്ഠൂരം കൊന്നു തള്ളിയ അതിക്രൂരവും പൈശാചികവുമായ ഒരു കൊലപാതകം. അത് എന്തിനു നടത്തി, എന്തിനു വേണ്ടി നടത്തി, ആര് നടത്തി? ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ എനിക്ക് വെളിപ്പെടുത്താനുള്ളത് മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിച്ച ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്. എനിക്ക് അദ്ദേഹം പറയുമ്പോൾ ഐ ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞ് അർജുൻ എണീക്കുന്നു. എന്ത് ഒബ്ജെക്ഷനാണ് മിസ്റ്റർ അർജുൻ എന്ന് കോടതിയും ചോദിക്കുന്നു. പ്രോസിക്യൂട്ടർ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, വിസ്താരം പോലും ആയിട്ടില്ല എന്നും കോടതി പറയുന്നു. പിന്നെ അമീർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്നു. എന്താണ് നിങ്ങളുടെ പേര് എന്ന് വിഷ്ണുവിനോട് ചോദിക്കുന്നു. വിഷ്ണു മറുപടിയും പറയുന്നു. ജോലിയും ചോദിക്കുന്നു. പ്രത്യേകിച്ച് ജോലിയില്ല എന്ന് വിഷ്ണു. നേരത്തെ എന്തായിരുന്നു എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഒരു ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ എന്തായിരുന്നു എന്ന് അമീർ ചോദിച്ചു. ഒരു നിമിഷം വിഷ്ണു മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പറയൂ, അതിനു മുമ്പ് എന്തായിരുന്നു ജോലി എന്ന് ചോദിക്കുമ്പോൾ ഐ ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞ് അർജുൻ എഴുന്നേറ്റിട്ട് പറയുന്നു. കുറെ കാലം മുമ്പ് നടന്ന ജോലി എൻ്റെ കക്ഷി മനഃപൂർവ്വം കൊണ്ടുപോയി വാദിഭാഗം വക്കീല് മനഃപൂർവ്വം ഈ കേസിൻ്റെ ഗതി തിരിച്ചു വിടുകയാണ്. എൻ്റെ കക്ഷിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട കോടതിക്ക് തെറ്റായ ഒരു ധാരണ നൽകാനുള്ള ശ്രമമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിക്കരുത് എന്ന് താഴ്മയെ അപേക്ഷിച്ചു കൊള്ളുന്നു. വീണ്ടും അമീറിന് സംസാരിക്കാനുള്ള അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ അമീറാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. പറയൂ, ഹോട്ടൽ ബിസിനസ്സിന് മുമ്പ് എന്തായിരുന്നു താങ്കളുടെ ജോലി? ഐ മീൻ, എന്തൊക്കെയോ പണം സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടില്ല എന്ന് അമ്മയുടെ ഫിനാൻസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് വിഷ്ണു പറയുമ്പോൾ വീണ്ടും അമീർ ചോദിക്കുന്നു, നടത്തിയിരുന്നോ ഇല്ലയോ, അത് മാത്രം പറഞ്ഞാലും മതി. നടത്തിയിരുന്നു എന്ന് വിഷ്ണു. ചെറിയ രീതിയിൽ നടത്തിയിരുന്നോ? അമീർ പറയുന്നു, ചെറിയ രീതിയിലല്ല മേഡം യുവർ ഓണർ, വലിയ രീതിയിൽ തന്നെയാണ് നടത്തിയത്. കഴുത്തറപ്പൻ പലിശയ്ക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി ആളുകളെ ഭീഷണിപ്പെടുത്തുകയും വീട് കയറി ആക്രമിച്ചും വാങ്ങിച്ചവരുടെ സ്വകാര്യ ജീവനം നശിപ്പിച്ചും. ഇത്രയും പറയുമ്പോൾ വീണ്ടും അർജുൻ അവിടെ നിന്ന് മെണിക്കുന്നുണ്ട്. ഐ ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞ് കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ വിളിച്ച് പറയുന്നത് ഉള്ളിലുള്ള എന്തോ ഒരു വിദ്വേഷം ഇപ്പോൾ പറഞ്ഞു തീർക്കുന്നു എന്നൊരു തോന്നൽ ഉളവാക്കുകയാണ്. അമീർ പറയുന്നു, കേസ് തെളിയിക്കുന്ന ആവശ്യത്തിനായി പ്രതി എന്ന് പറയുന്ന ആളുടെ ആ ഒരു സ്വഭാവവും ചുറ്റുപാടുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം വിശദീകരിക്കേണ്ട ആവശ്യങ്ങളുണ്ട് യുവർ ഓണർ. പ്രതി കുറ്റം ചെയ്തോ എന്നോ അല്ല, പ്രതി കുറ്റം ചെയ്യാൻ പ്രാപ്തനാണോ അല്ലയോ എന്നതാണ് എൻ്റെ ചോദ്യങ്ങൾ ചെല്ലുന്നത്. അരതീർത്ഥം കാർത്തിക കൊലക്കേസിന്റെ അന്വേഷണവുമായി ബന്ധമുള്ളതാണെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പ്രതികൂട്ടിൽ നിൽക്കുന്ന വിഷ്ണുവിനെതിരെ അക്രമത്തിനും ഭവനഭേദനത്തിനും കൊലപാതക ശ്രമത്തിനും അന്നത്തെ ലോക്കൽ പോലീസ് എടുത്ത വിശദ വിവരങ്ങൾ ഞാൻ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ തെളിവ് കൊടുത്തു. ഇനി മുമ്പ് പറഞ്ഞ ആ വാചകം ഞാൻ ഒന്നുകൂടി പറയുകയാണ്. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന പൈശാചികവുമായ ഒരു കൊല, ഒരു സ്നേഹക്കൊല. ഈ സ്നേഹക്കൊല എന്ന വാക്ക് ഞാൻ കണ്ടെത്തിയതല്ല യുവർ ഓണർ. അത് ഈ കേസിന്റെ ബാക്കി കാര്യങ്ങളൂടി കേട്ട് കഴിയുമ്പോൾ യുവർ ഓണറിന് അത് മനസ്സിലായിക്കോളും. വിഷ്ണു ഒരു ഗുണ്ടയായിരുന്നു എന്നതുപോലെ തന്നെ സ്ത്രീകളെ തന്നിലേക്ക് ആകർഷിക്കാനും അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനും വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറുള്ള ആള്. ഒരു വിവാഹബന്ധം നിലനിൽക്കെ ആ ബന്ധത്തിൽ നിന്നും മോചനം കിട്ടാതെ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയും ചെയ്തതിനാൽ പ്രതി നിലവിലുള്ള ആ ഒരു നിയമവും മറ്റ് നിയമവ്യവസ്ഥയെ തള്ളിക്കളയുന്ന ആളാണെന്നും മറ്റ് പ്രശ്നമുള്ള ആളാണെന്നും ഇത്രയും കേട്ടതിൽ നിന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യം വരേണ്ടതാണ്. അർജുൻ പറയുന്നു, ഐ ഒബ്ജെക്ഷൻ യുവർ ഓണർ. വിവാഹം കഴിഞ്ഞാലല്ലേ അത് രണ്ടാം വിവാഹമാണെന്ന് പറയാൻ സാധിക്കൂ? ഇവിടെ രണ്ടാം വിവാഹം എൻ്റെ കക്ഷി കഴിച്ചിട്ടില്ല. അമീർ പറയുന്നു, എങ്ങനെ വിവാഹം കഴിക്കും?
അതിനു മുമ്പ് തന്നെയാണ് കാർത്തിക എന്ന പെൺകുട്ടിയെ നെട്ടൂർ പാലത്തിന് സമീപം അവിടെ കത്തിക്കരിഞ്ഞതായി കാണുന്നത്. മരിച്ചത് കാർത്തികയാണെങ്കിൽ കൊല്ലാൻ പ്രേരിച്ചത് പ്രതി പട്ടികയിലുള്ള 4ാം പ്രതി വിഷ്ണുവും 1ാം പ്രതിയും 2ാം പ്രതിയും 3ാം പ്രതിയും കുറ്റം സമ്മതിച്ചിട്ട് യുവർ ഓണർ. പ്രതിയായി ആരോപിക്കപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ ആരെയും കൊന്നിട്ടില്ല, എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല എന്ന് വിഷ്ണു പറയുന്നു. ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നാകെ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സാക്ഷി വിസ്താരം ആരംഭിക്കാമെന്ന് കോടതി. സാക്ഷി വിസ്താരത്തിന് മുമ്പ് ഒരു ഡിജിറ്റൽ തെളിവ് ഹാജരാക്കാനുണ്ട് എന്ന് അമീർ പറയുന്നു. ആ തെളിവ് കോടതിയിൽ ഹാജരാക്കുന്നു. കല്യാണ ദിവസം, അതായത് മരണപ്പെട്ട കാർത്തികയും പ്രതിയാക്കപ്പെട്ട വിഷ്ണുവും തമ്മിൽ കല്യാണത്തിന്റെ അന്ന് കല്യാണ സംഭവം നടക്കുമ്പോൾ ആ ഗ്രീൻ റൂമിൽ വെച്ച് ഒരു കൊലപാതക ശ്രമം നടക്കുകയുണ്ടായി. വിഷ്ണു കാർത്തികയുടെ ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിയണമെന്നും ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും എന്നും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ കോടതിയുടെ മുന്നാകെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും കാർത്തികയെ കൊന്നത് ഈ നിൽക്കുന്ന വിഷ്ണു തന്നെയാണെന്ന് വ്യക്തമായി കോടതിക്ക് മനസ്സിലാകാവുന്നതാണ്. കാർത്തികയുടെ രക്തം പുരണ്ട കത്തി തെളിവിനായി ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നു, ഒബ്ജെക്ഷൻ യുവർ ഓണർ. എന്റെ കക്ഷിയുടെ ജീവിതത്തിലേക്ക് കാർത്തിക എന്ന പെൺകുട്ടി അവിചാരിതമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. അല്ലാതെ എന്റെ സുഹൃത്തും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അമീർ പറയുന്നത് പോലെ വിഷ്ണു ഒരു ചതിയോ വിവാഹ തട്ടിപ്പുവീരനോ അല്ല. വിഷ്ണുവിന്റെ മനസ്സിൽ അന്നും ഇന്നും ഉണ്ടായിരുന്നത് ഒരേ ഒരു ഭാര്യ മാത്രമാണ്. അത് ശാലിനി വിഷ്ണു എന്ന ജില്ലാ കളക്ടറാണ്. അവരുടെ സ്നേഹം പവിത്രവും ദിവ്യവും ഇപ്പോഴും നിലനിൽക്കുന്നതുമാണ് എന്നും അർജുൻ പറയുന്നു. വിഷ്ണു ഈ പറയുന്ന രീതിയിൽ ഒരു സ്ത്രീ ലംബടനായിരുന്നെങ്കിൽ ഒരിക്കലും അവരുടെ സ്നേഹം ഇപ്പോഴും നിലനിൽക്കില്ലായിരുന്നു. യുവർ ഓണർ, വിഷ്ണുവിന് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. യഥാർത്ഥ സത്യവും ഇത് തന്നെയാണ് എന്നും അർജുൻ പറയുന്നു. അങ്ങനെ അന്ന് ആ പാറമടയിൽ വെച്ച് കാർത്തികയെ കണ്ട കാര്യം വിഷ്ണുവും കാർത്തികയും കണ്ട കാര്യം ഇപ്പോൾ അർജുൻ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തുന്നു. ഇത് കേട്ട് അമീർ പറയുന്നു, ഇമോഷനും സെന്റിമെന്റ്സിനും ചിലപ്പോൾ സിനിമയിൽ പ്രാധാന്യമുണ്ടായേക്കാം അർജുൻ, പക്ഷേ കോടതിയിൽ വേണ്ടത് എവിഡൻസ് ആണ്. ഞാൻ പറയുന്ന ഓരോ കാര്യവും കൃത്യമായ എവിഡൻസിന് പുറത്താണ് ഞാൻ പറയുന്നത്, അല്ലാതെ ശൂന്യതയിൽ നിന്ന് കഥയുണ്ടാക്കി പറയുന്നതല്ല. സിനിമയിലായാലും ജീവിതത്തിലായാലും മനുഷ്യന്റെ സങ്കടങ്ങൾക്ക് നാം കൽപ്പിക്കുന്ന വിലയില്ലേ, അതുകൊണ്ട് തന്നെയാണ് സിനിമ കണ്ട് പലരും കരയുന്നത് എന്ന് അർജുൻ പറയുമ്പോൾ ഞാൻ കരയാറില്ല എന്ന് അമീർ. അത് നിങ്ങൾക്ക് മനുഷ്യത്വമില്ലാത്തോണ്ടായിരിക്കും, മനസ്സിൽ നന്മയില്ലാത്തോണ്ടായിരിക്കും എന്നും അർജുൻ പറയുമ്പോൾ കോടതി ഓർഡർ എന്ന് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.